എന്നുള്ളത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ്. ഇവിടെ ഒരു ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ഇവന്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു നോക്കിയ സമയത്ത് ഭയങ്കര നമ്മളെ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഒരുപാട് വെഹിക്കിൾസ് ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് അലി ജാസിം. CTCൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയി ആണ്. അപ്പം ആള് നമ്മളുടെ ഇവിടുത്തെ എംപ്ലോയി ഉപരി നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ്. അപ്പം ആളോട് തന്നെ ചോദിക്കാം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, എന്താണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത്, ഏതൊക്കെ കമ്പനികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അലി, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇപ്പം കേരളത്തിൽ ലഹരി അധികമാണ്. ഓക്കെ, എല്ലാവരും ഡ്രഗ്സ് കാര്യങ്ങൾ. അപ്പം ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ മീൻസ് ഞങ്ങളെ ഒരു ഇത് തന്നെ ഈ 20s കിഡ്സ് എന്ന് പറയും. ഞങ്ങളാണ് മെയിനായിട്ട് ഇപ്പം ന്യൂസിൽ ഒന്ന് ഈ ഡ്രഗ്സിനും ലഹരിക്കും എല്ലാവർക്കും അഡിക്റ്റ് ചെയ്ത് നിൽക്കണം. അപ്പം ഇങ്ങനെ ലഹരി ഉണ്ട്, മീൻസ് കാർസിനോടും ലഹരി നമുക്ക് ഉണ്ടാകാം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം. പിന്നെ അതിന് പുറമെ പണ്ടൊക്കെ ഈ പ്രീമിയം കാർസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറ്റൂല, വണ്ടി തൊടാൻ പറ്റൂല, അത് പറ്റൂല, വണ്ടി തൊട്ട പൈസയാണ്, വണ്ടി എടുത്താൽ പൈസയാണ്, അങ്ങനൊക്കെ വരും. പക്ഷെ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവനും അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ജീവിക്കുന്ന ആൾക്കാർക്കും പ്രീമിയം വണ്ടികൾ എടുക്കാം. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൂടെ ഇപ്പം ഒരു 15ഓളം കമ്പനീസ് വരുന്നുണ്ട് സെക്കൻഡ് ഡീലർഷിപ്പ്. അതിൽ റോയൽ ഡ്രൈവ് ഉണ്ട്, ഫ്ലൈ വീൽസ് ഉണ്ട്, മോട്ടോർ വാഗൺ ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, പിന്നെ കാർ സ്റ്റോർ ഉണ്ട്, PMA കാർസ് ഉണ്ട്, പിന്നെ ലോയൽ ഡ്രൈവ്, ലക്ഷറി ഡ്രൈവ്, അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു എക്സ്പോ മാത്രമല്ല, ഇവിടെ സെയിലും നടക്കുന്നുണ്ട് അല്ലേ വണ്ടിന്റെ? സെയിലും ഉണ്ട്. ഞങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ നമുക്ക് ഒരു വിന്റേജ് കാർസ് മാത്രമുണ്ട്. അത് വിനി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കംപ്ലീറ്റ്ലി. അത് നോട്ട് ഫോർ സെയിൽ ആണ്. മൂപ്പര് ക്രൈസ്, മൂപ്പര് ലഹരി അതാണ് കളക്ടിങ് വിന്റേജ്. ഞാനൊരു കാര്യം കേട്ടു, കാരണം ഇന്ത്യയിൽ തന്നെ 3 വണ്ടികളേ ഉള്ളൂ. അതൊന്ന് കേരളത്തിലാണ്, അന്ന് ആളുടെ കയ്യിലാണെന്നാണ്, വിനയിന്റെ കയ്യിലാണ് ആ വണ്ടി ഉള്ളതെന്നാണ് ഞാൻ കേട്ടത്. അപ്പം അത്രമാത്രം വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ കേരളത്തിലുണ്ട്. മൂപ്പര് മുക്കത്താണ്. പക്ഷെ ഇവിടെ മൂപ്പര് ആദ്യമായിട്ടാണ് മൂപ്പര് ഡിസ്പ്ലേ ചെയ്യുന്നത്. മൂപ്പര് വരെയായിട്ടും ഒരു പ്രോഗ്രാമിലേക്കും മൂപ്പര് ഡിസ്പ്ലേ ഇല്ല. നമ്മള് ഈ ഒരു കാര്യത്തിന് ലഹരിക്കെതിരെ ഇങ്ങനെ ആൾക്കാർക്ക് വണ്ടി കാണാം. അപ്പോൾ അതിന് മൂപ്പർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയി മൂപ്പര് വണ്ടി പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു. മൂപ്പര് ഫസ്റ്റ് പ്രോഗ്രാമാണ്. മൂപ്പരെ പേഴ്സണൽ മൂപ്പര് ഇതുവരെ ഇനിയും കുറച്ച് മോഡൽസ് ഉണ്ട്, പക്ഷെ അതൊക്കെ വർക്കിംഗ് കണ്ടീഷനിലല്ല. നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു മോഡലല്ല വണ്ടികളൊന്നും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു വാഹന പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം ശരിക്കും അവർ നിർബന്ധമായിട്ടും വരണം, കാണണം. എത്രാം തീയതി വരെ ഉണ്ട് ഈ പ്രോഗ്രാം ഇവിടെ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും 9th ഇത് എൻഡിങ് 25th ആണ്. ഞങ്ങളിത് 4 o'clock മുതൽ നൈറ്റ് 12 o'clock വരെയാണ്. ഞങ്ങളുടെ ഫ്ലീ മാർക്കറ്റും പിന്നെ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു നൈറ്റ് ഹാപ്പനിങ് പ്ലേസ് സിറ്റിയിൽ. റംസാനൊക്കെ ആൾക്കാരെല്ലാം നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുക. തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞാലും ആളുകൾക്ക് വരാനും ഹാങ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് കാണാനും ഫാമിലിക്കൊക്കെ വരാനും. കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് ഒക്കെ ഫാമിലീസ് ഉണ്ട്, അതേമാതിരി ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും വരാം. അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു എക്സ്പോ ഒന്ന് കാണണം. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ഏതൊരു വാഹന പ്രേമിയെ സംബന്ധിച്ചിടത്തോളം കാണാൻ മാത്രമുള്ള വാഹനങ്ങൾ ഈ ഒരു എക്സ്പോയിൽ ഉണ്ട്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ജാസിം, ഉഷാറാവട്ടെ.